ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് തനി നാടൻ വറുത്തരച്ച ചിക്കൻ കറിയാണ് കാണിക്കുന്നത്. നിങ്ങളൊരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് പൊറാട്ടയുടെ കൂടിയും റൈസിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഈ മസാലയൊക്കെ റെഡിയാവുന്ന അത്രയും സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്കുള്ള വറുത്തരവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരകിയതാണ് ചേർക്കുന്നത്. നാളികേരം എപ്പോഴും ചിരകിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചതിൻ്റെ ശേഷം വറുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നല്ല ബ്രൗൺ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. മറ്റത് കഷ്ണങ്ങളാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് വറുത്തെടുക്കാൻ. ഇതിനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങയുടെ വറവ് ഇതിൽ പ്രധാനമാണ്. അതായത് നമ്മൾ തീയലിനൊക്കെ തേങ്ങ വറക്കില്ലേ, അതേപോലെ വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി ഒന്നും കൂടി വറുത്തെടുക്കാണ്ട് കേട്ടോ. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ആവുള്ളൂ. നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാവണം കേട്ടോ. ഈ ഒരു സമയത്ത് ഇനി ഇതിലേക്കുള്ള ഹോൾ സ്പൈസസ് ഒക്കെ ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണം പട്ട ചേർക്കുന്നുണ്ട്. പിന്നെ 1 ഏലക്ക ചേർക്കാം. ഒരു 4 ഗ്രാമ്പു കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 1 ഗ്രാമ്പു പിന്നീട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 4 ഗ്രാമ്പുവാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇതൊന്നും കൂടി വറുക്കാണ്ട് അത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വരും. ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വറുക്കുക. അതായത് ആ ഹോൾ ഗരം മസാല നമ്മൾ ഇട്ടതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവണം. ഇതിൽ ഈ നാളികേരത്തിൻ്റെ വറവാണ് ഏറ്റവും പ്രധാനം. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നാളികേരം നന്നായിട്ട് വറുക്കുക തന്നെ വേണം. നമ്മൾ തീയലിന് വറുക്കുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യില്ല, അതുപോലെ തന്നെ. ഇനി പൊടികളൊക്കെ ചേർക്കുന്നതിനോടൊപ്പം തന്നെയാണ് പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം ചേർക്കേണ്ടത്. 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. പെരിഞ്ജീരകം ആദ്യമേ ചേർത്തിട്ട് മൂപ്പിക്കരുത് കേട്ടോ. അതിൻ്റെ ആ ഫ്ലേവറൊക്കെ പെട്ടെന്ന് നഷ്ടമാവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിൽ കാശ്മീരി ചില്ലി പൗഡർ വേണ്ട കേട്ടോ. സാധാരണ എരിവുള്ള മുളക് പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ആ മല്ലിപ്പൊടി ഒന്ന് വറുത്ത് വരുന്ന ആ ഒരു മണം ഉണ്ടല്ലോ, ആ ഒരു മണം വരുന്ന വരെ അതൊന്ന് മൂപ്പിക്കണം. മല്ലിപ്പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറണം, അത്രേ വേണ്ടൂ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. അപ്പോൾ അത് ആ മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് ആ മൂത്ത മണം വരുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് കുറച്ചൊന്ന് തണുക്കുമ്പോൾ ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ ഇത് അരച്ചെടുക്കണം. അതിന്നുള്ള എണ്ണ തന്നെ കിനിഞ്ഞു വരും ഇത് അരച്ചെടുക്കുമ്പോൾ. എങ്ങാനും നിങ്ങൾക്ക് ഇത് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് അരച്ചെടുക്കുക. വെള്ളം ചേർത്തിട്ട് അരയ്ക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കാവൂ അരയ്ക്കുമ്പോൾ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കേണ്ടി വന്നില്ല, അല്ലാതെ തന്നെ അതൊന്ന് നന്നായിട്ട് ഓയിൽ കിനിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതാണ്ട് തണുത്ത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് മാറ്റുകയാണ് ഞാൻ. അപ്പോൾ ഇതുപോലെ ഇരിക്കും, ഈ ഒരു കളറായിരിക്കും കേട്ടോ ഇത് ആയിക്കഴിഞ്ഞാൽ. ഇപ്പോൾ നോക്കൂ, അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല. ആ തേങ്ങയിൽ നിന്നുള്ള എണ്ണ തന്നെ ഇറങ്ങി വന്നിട്ടുള്ള അതാണത്. കണ്ടില്ലേ, ഇങ്ങനെ ഇത് എണ്ണയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ആവുന്നില്ല അരച്ച് കഴിഞ്ഞാൽ എങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ആയി കിട്ടും. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇതാ കടായി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നമുക്ക് എത്രയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. 1/2 കപ്പ് ചെറിയ ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ചേർക്കാം. ഒരു മീഡിയം സൈസുള്ള സവാള സ്ലൈസ് ചെയ്തിട്ട് ചേർത്താൽ മതി. ഇതിലധികം ഉള്ളി ചേർക്കണ്ട. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടത് വഴറ്റിയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവണം. ഇപ്പോൾ ഇതാ ചുവന്നുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചതച്ചതാണ് ചേർക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 3-4 ചെറിയ വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കേട്ടോ, അതും കൂടി ചതച്ചിട്ട് ചേർക്കുക.
എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ട് അത് കളറൊന്ന് ചേഞ്ച് ആവണം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പും കൂടിയും ചേർക്കുക. 1/2 കപ്പ് ചൂടുള്ള വെള്ളം മിക്സർ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇത് വെള്ളം തൊടാതെ നാളികേരം അരച്ചാൽ അത്രയും അതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കും. വെള്ളം ചേർത്തിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റ് ആയിരിക്കും. വെള്ളം 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ചൂടുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ ആദ്യം മിക്സി ജാറ് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിള വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കുക കേട്ടോ. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു കറിയിൽ സാധാരണ ഞാൻ തക്കാളി ചേർക്കാറില്ല. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ചിക്കനിലും ഉപ്പ് ചേർത്ത കാരണം നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക കേട്ടോ. നന്നായിട്ട് തിള വന്നാൽ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 20-25 മിനിറ്റ് വേവിക്കുക. ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇതേപോലെ ഇങ്ങനെ കറിയൊക്കെ ഗ്രേവിയൊക്കെ ഇങ്ങനെ കുറുകിയിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരും. ആ നാളികേരത്തിലുള്ള എണ്ണയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് സൈഡിൽ വരും. അങ്ങനെ നല്ലൊരു ബ്രൗണിഷ് ഷെയ്ഡായിരിക്കും കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയൊക്കെ ചേർക്കുക. പിന്നെ ഗ്രേവിയൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം. ഞാനിങ്ങനെ തിക്കായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടി ഗ്രേവിയിൽ ഇത് ഉണ്ടാക്കാവുന്നതാണ്. വേണ്ടില്ലേ, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറിയൊക്കെ റെഡിയായി. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്കുള്ള ഉള്ളി വറുത്തിടാം. അപ്പം ഞാനിപ്പോൾ അത് ഉള്ളി വറുത്തെടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക, 3-4 ചുവന്നുള്ളി മൂപ്പിക്കുക, 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില കൂടി ഇടുക. ഇതെല്ലാം കൂടി ഇട്ടിട്ട് മൂപ്പിച്ചതാണിത്. ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. ഇതിൽ നിങ്ങൾക്ക് ഗരം മസാലപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ അവസാനം കുറച്ച് ഗരം മസാലപ്പൊടി ഫ്ലേവറിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്